ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് സ്കൂൾ ഡേ ഇൻ മൈ ലൈഫാണ്. ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു പോളിട്ട് നോക്കി ഏതാണ് കൂടുതൽ വരാമെന്ന് വെച്ചാൽ അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് വന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റു, ബ്രഷൊക്കെ ചെയ്തു, ഫുഡൊക്കെ കഴിച്ച് റെഡിയായി നേരെ സ്കൂളിലോട്ട് പോയി. സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം 3:55 വന്നു. അതിന് ശേഷം ഞാൻ ഒന്ന് ഫ്രഷപ്പ് ആയതിന് ശേഷം കുറച്ച് നേരം സ്ക്രീൻ ടൈമാണ്. അതിൻ്റെ ഇടയിൽ സ്നാക്സും കഴിക്കുന്നുണ്ട് കേട്ടോ. സ്നാക്സും കഴിക്കുന്നുണ്ട്. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര ക്ലാസ്സിലാണ് ഏജ് പറയുമെന്നൊക്കെ. ഞാൻ എന്തായാലും പറയുന്നില്ല. ഞാൻ എന്തായാലും റിവൈൽ ചെയ്യാം കേട്ടോ കുറച്ച് നാളൊക്കെ കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ബാഗൊക്കെ എടുത്തിട്ട് അതിൽ ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിലൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ ഇവിടെയാണ് കേട്ടോ ഞാൻ ബാഗ് വയ്ക്കാറുള്ളത്. അതിനുശേഷം ഫോൺ എടുത്ത് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് കമൻറ്റൊക്കെ ഒന്ന് നോക്കി അതിനൊക്കെ റിപ്ലൈ കൊടുത്തതിന് ശേഷം നേരത്തെ ഇട്ട ഷോർട്സിനൊക്കെ എത്ര വ്യൂസ് ആയി എന്നൊക്കെ നോക്കി. അതിന് ശേഷം ചായയൊക്കെ കുടിച്ച് 6:30 ആയിട്ടുണ്ടായിരുന്നു. ഒരു 6:55 ആകുമ്പോഴാണ് പഠിക്കാൻ വേണ്ടി ഇരിക്കാറുള്ളത്. അല്ലെങ്കിൽ 6:30 അങ്ങനെ സമയം മാറ്റം വരും കേട്ടോ. അപ്പോൾ 6:55 ആയപ്പോഴാണ് ഇന്ന് പഠിക്കാതിരുന്നത്. അതേ ഒരു 7 മണി. അപ്പോൾ പ്ലാൻ ചെയ്യുവാണ് പ്ലാനർ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതുണ്ടാക്കിയ വീഡിയോൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നല്ല യൂസ്ഫുള്ളാണ്, നല്ല ഇൻട്രസ്റ്റിങ്ങുമാണ്. നമുക്ക് മ്യൂട്ട് ട്രാക്കറും അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിലുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത്ത് കൂട്ടാമെന്നുള്ളത്. അതായത് സ്പീഡ് കുറച്ച് കൂടുതലാണ്, കുറച്ച് ലെങ്ത്ത് ആക്കാമോ എന്ന് ഞാൻ ബാക്ക് പാക്കിങ് വീഡിയോ ഇട്ടപ്പോൾ അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഈ തൊട്ടുള്ള വീഡിയോയിൽ ഞാൻ അത് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വീഡിയോ എന്തായാലും അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ആണ് എടുത്തേക്കണം. ഒരു 6-7 മിനിറ്റൊക്കെ ഉണ്ടാവും കേട്ടോ. കുറച്ചും കൂടി സ്ലോ ഇനി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അടുത്തടുത്ത വീഡിയോയിലായിട്ട് അതൊക്കെ ശ്രദ്ധിച്ചോളാം കേട്ടോ. പിന്നെ ടു ഡു ലിസ്റ്റിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു. എനിക്ക് ബയോളജി നോട്ട് എഴുതണമായിരുന്നു, സോഷ്യൽ ഇംഗ്ലീഷ് മാത്സൊക്കെ പഠിക്കണമായിരുന്നു. അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സ്റ്റിക്കി നോട്ടിൽ എഴുതി വെച്ചു. നമുക്ക് പഠിക്കുമ്പോൾ ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടതാണ് സ്റ്റിക്കി നോട്ട്സും ഒരു കുപ്പി ഓഫ് വാട്ടറും. പിന്നെ നമ്മളുടെ ഒരു ബോക്സിൽ അത്യാവശ്യം വേണ്ട പെൻസിൽ, പേന, ഷാർപ്പനർ, റബ്ബർ, സ്കെയിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളുടെ ഒരു പൗച്ചിലോ അല്ലെങ്കിൽ ഒരു ബോക്സിലോ കരുതി വെക്കണം. നമുക്ക് വീട്ടിൽ മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല യൂസ്ഫുള്ളായിരിക്കും. കാരണം നമ്മൾ സ്കൂളിൽ തന്നെയാണ് വീട്ടിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീട്ടിൽ വെച്ച് എഴുതിയിട്ട് പിറ്റേ ദിവസം സ്കൂളിൽ എടുക്കാൻ വേണ്ടി മറന്നു പോയാൽ തന്നെ അത് ഭയങ്കര ഇതായിരിക്കും അല്ലേ, സീനായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാൻ വേറൊരെണ്ണം, സ്കൂളിൽ ഉപയോഗിക്കാൻ വേറൊരെണ്ണമായിട്ട് കരുതി വെക്കണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇവിടെ ബയോളജി നോട്ട്സ് എഴുതിക്കൊണ്ടിരിക്കുവാണ്. ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് വേണമെന്ന് കമൻറ്റ് ചെയ്തോളൂ. ഞാൻ എന്തായാലും ട്രൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതിന് ശേഷം ഞാൻ സോഷ്യൽ പഠിക്കാൻ വേണ്ടിയിരുന്നു. സോഷ്യൽ അന്നന്ന് എടുക്കണേക്ക് അന്നന്ന് പഠിക്കും. പിന്നെ എല്ലാം അതേപോലെ തന്നെയാണ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അന്നന്ന് എടുക്കണേക്ക് അന്നന്ന് പഠിച്ചാൽ പിന്നെ അന്ന് തീരുമല്ലോ. പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും പഠിക്കുകയാണെങ്കിൽ യൂട്യൂബ് നോക്കി ഏതെങ്കിലും ക്ലാസ് കണ്ടിട്ട് പഠിക്കും. എന്തെങ്കിലും സ്റ്റഡി ടിപ്സിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും ട്രൈ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഐഡിയാസ് കമൻറ്റ് ചെയ്യുക. പറ്റുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും ട്രൈ ചെയ്യാമെന്നായിരിക്കും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് കിട്ടിയപ്പോൾ ഞാനൊരു പഴംപൊരി എടുത്ത് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇംഗ്ലീഷും മാത്സും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ അത് ഈ വീഡിയോയിലില്ല കേട്ടോ. ആ ഒരു ക്ലിപ്പ് അതെടുക്കാൻ മറന്നുപോയതാണ്. അത് കഴിഞ്ഞ് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം സ്റ്റിക്കി നോട്ടിൽ എഴുതി വെച്ച് ഞാൻ എല്ലാ കാര്യവും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ടിക്കറ്റ് കൊടുക്കുകയാണ്. ഒരു ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ടിക്കറ്റ് കൊടുക്കുവാണ്. ഒരു ബുക്കിൽ നിങ്ങളുടെ വീഡിയോ സജഷൻസൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്താണ് ഞാൻ ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ പ്ലാനറിൽ എഴുതാണ്ടായിരുന്നതൊക്കെ ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ ടൈം ടേബിൾ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൈം ടേബിൾ വേറെ ഒന്ന് എഴുതി ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടി പേപ്പർ എടുത്ത് അതിൻ്റെ മീതെ ഒട്ടിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് വരച്ച് അതിൽ തന്നെ ആ ടൈം ടേബിൾ ഒന്ന് എഴുതി കൊടുത്തു. പഠിച്ചു കഴിഞ്ഞപ്പോൾ 8 മണിയായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലോക്ക് ടൈം ഞാനിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് സ്പീഡ് പോയതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ
ടൈം ടേബിളൊക്കെ ഞാനിവിടെ എഴുതുന്നുണ്ട്. പുതിയ ടൈം ടേബിൾ ഇന്നാണ് കേട്ടോ കിട്ടിയത്. അതായത് ആദ്യം ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ മാറി ചേഞ്ചായി സെക്കൻഡ് ടൈം ടേബിളാണിത്. അപ്പോൾ ഇതായിരിക്കും ഇനി പെർമനൻ്റ് ആയിട്ടുള്ള ടൈം ടേബിൾ എന്നാണ് പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ വീണ്ടും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എന്തായാലും ട്രൈ ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞ് സ്കിൻ കെയർ കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങി. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ചേക്കാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.